നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തൃശൂർ ജില്ലയിൽ ആളൂർ പഞ്ചായത്തിൽ വെള്ളാഞ്ചിറ ദേശത്ത് താമസിക്കുന്ന തുപ്രത്ത് ബാബു. ഇദ്ദേഹം ഒരു വൃക്കരോഗിയാണ്. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് ഡയാലിസിസിനു വിധേയനായിക്കൊണ്ട് മുന്നോട്ടു പോകുന്നു. ആദ്യം ആഴ്ചയിൽ 2 ഡയാലിസിസ് ആയിരുന്നത് ഇപ്പോൾ 3 വീതമായി മാറി. നമസ്കാരം, ഞാൻ ആളൂർ പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. എൻ്റെ പേര് ദിബിൻ ബാബുച്ചനാണ്. ഈ സ്ഥലം ആളൂർ പഞ്ചായത്തിൽ 8ാം വാർഡിലെ വെള്ളാഞ്ചിറ എന്ന പ്രദേശമാണ്. ഇതിൽ ബാബുച്ചാൻ്റെ കുടുംബമാണ്. ഇപ്പോൾ ബാബുച്ചേട്ടൻ ഡയാലിസിസ് രോഗിയാണ്. അദ്ദേഹം ഇപ്പോൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 7 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന വ്യക്തിയാണ്. ബാബുച്ചാൻ്റെ ഭാര്യ 7 വർഷം മുന്നേ മരണപ്പെട്ടു. ഇപ്പോൾ ആളുടെ ഭാര്യ വീട്ടിലാണ് താമസിക്കുന്നത്. ആളുടെ അമ്മായിയമ്മയും ഇപ്പോൾ 1 വർഷം മുന്നേ മരിച്ചു. മകനും മകളും മാത്രമാണുള്ളത്. മകളുടെ കല്യാണം കഴിഞ്ഞു പോയി. മകൻ പഠനമായിട്ട് ഇപ്പോൾ കോയമ്പത്തൂര് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റാത്ത, ഡയാലിസിസ് കാരണം ജോലി ചെയ്യാൻ പറ്റാണ്ട് ഏകദേശം 7 വർഷത്തോളം തന്നെ ജോലി ചെയ്യാൻ പറ്റാണ്ട് വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഡയാലിസിസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയിലാണ്. കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഇപ്പോൾ ആരും ഇല്ല. ഗുഡ്നസ് ടിവിയിൽ ഈ സംപ്രേഷണം കാണുന്ന പ്രേക്ഷകർ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു തരണമെന്നും വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഇദ്ദേഹത്തിന് മുൻപ് തോംസൺ കമ്പനിയിലായിരുന്നു ജോലി. തൻ്റെ ജോലികൾ ഭംഗിയായി അവിടെ നിർവഹിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ശ്വാസമുട്ടലും കിതപ്പുമൊക്കെയായി രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത്. തുടർന്നുണ്ടായ വിശദമായ പരിശോധനയിലാണ് വൃക്കരോഗമാണെന്ന് തിരിച്ചറിഞ്ഞത്. പൂപ്പുറത്ത് ബാബുവിൻ്റെ തൊട്ടടുത്തുള്ള അയൽവാസിയാണ്. അടുത്ത് ഞാനുള്ള ജോലി ചെയ്യുന്നത്. അപ്പോൾ ബാബു എൻ്റെ അയൽക്കാരനാണ്. അപ്പോൾ ആള് കിഡ്നിയുടെ അസുഖം വന്നിട്ട് 6 വർഷത്തിൽ കൂടുതലായി. ആളുടെ വൈഫ് മരിച്ചു. ഒരു 3-4 കൊല്ലമായി. മകനുണ്ട്. മകൻ പഠിത്തം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ +2 കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പഠിക്കാൻ പോയി. ഒരു 6 മാസം കോഴ്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഡയാലിസിന് വേണ്ടി ആൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അയൽവാസികൾ എല്ലാവരും പറഞ്ഞു, നീ എന്തെങ്കിലും ജോലി പഠിക്കുക, അച്ഛന് സുഖമില്ല എന്നുണ്ടെങ്കിലും നീ എന്നോട് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് ഫ്യൂച്ചറിലേക്ക് ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞ് അവനെ ഞങ്ങൾ ഒരു കോയമ്പത്തൂർ സ്ഥലത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസിന് പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് വിട്ടിരിക്കുകയാണ്. ഈ ബാബു എന്ന് പറയുന്നത് അവന് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിൻ്റെ കിഡ്നി സംബന്ധമായ ഡയാലിസിന് പോകുന്നു, ചാലക്കുടിയിൽ പോകുന്നു. അപ്പോൾ അവന് കൂടെ ഡയാലിസിസ് ചെയ്യുമ്പോൾ 4 മണിക്കൂർ ഹോൾഡ് ചെയ്യാനായിട്ട് ആൾ വേണം. അപ്പോൾ അവന് നിൽക്കാനായിട്ട് ഇവിടെ എന്ന് വെച്ചാൽ അവൻ്റെ മോളാൽ കെട്ടിച്ചൊരു കുട്ടിയുണ്ട്. ആളും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലാണ്. അവർക്ക് വരാനായിട്ട് കുട്ടീനെ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അന്നാളും വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് ഇപ്പോൾ ഒരാളെ സഹായത്താൽ, ചിലവരുടെ സഹായത്താൽ അവൻ ഇങ്ങനെ ഡയാലിസിന് പോകുമ്പോൾ ചിലപ്പോൾ ആരെയും ആക്കി കൊടുത്തും, ചിലവർ ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് ഹെൽപ്പ് ലൈനായിട്ട് ഇവൻ ഇങ്ങനെ വീട് കഴിഞ്ഞു പോകുന്നു. സാമ്പത്തികമായിട്ട് അവന് ജോലിയൊന്നുമില്ല. പിന്നെ അവന് മരുന്നും അതുപോലെ തന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒന്നും സഹായത്താലാണ് ആൾ ചെയ്യുന്നത്. നമ്മൾ ജോലിക്കാരാണ്. എന്നാലും നമ്മൾ നിസ്സാര രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഡെയിലി നമുക്ക് ചെയ്യാവുന്ന സാഹചര്യം ഇല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തീരെ സാമ്പത്തികമായിട്ടും ഈ ഡയാലിസിൻ്റെ അവൻ ചെറുപ്രായം 45 വയസ്സായുള്ള അവന് അസുഖം പെട്ടെന്ന് വന്നു. പക്ഷെ അങ്ങനെ ഒരു ഡോക്ടർമാർ പറയുന്നത് 1000 ഒരാൾക്ക് ഇങ്ങനെ വരണുള്ളൂ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്ത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആളാണ്. ബാബുവിനെ വേണ്ടി
നിങ്ങളെ പ്രാർത്ഥന പ്രത്യേകം ഓർക്കുക. അങ്ങനെ ജൂനിയർ ആൾക്ക് ഇങ്ങനെ അസുഖം വന്ന് മാറാനും ഡയാലിസിൻ്റെ കാര്യങ്ങൾക്ക് പോകുന്ന ചെലവിലോട്ട് നിങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥനയോടെയും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുന്ന ആൾ വില ജോലിയില്ല. നമുക്കും അറിയാമല്ലോ, ഒരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്ന ഉള്ളൂ. ഇത് ജോലിയില്ല, എല്ലാം ഡയാലിസിന് പോകണം. ആഴ്ചയിൽ 3 ദിവസം നിങ്ങളെ സഹകരണം എപ്പോഴും അവർക്ക് ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആറു വർഷം വരെ മരുന്ന് കഴിച്ചു. പക്ഷേ കൊറോണയ്ക്ക് ശേഷം ക്രിയാറ്റിൻ ലെവൽ ക്രമാതീതമായി കൂടുകയും അതിനെ തുടർന്ന് ഡയാലിസിസിലേക്ക് കടക്കുകയുമാണ് ഉണ്ടായത്. പിന്നീട് അത് തുടർന്നു പോരുന്നു. ഇദ്ദേഹം ഭാര്യയും ഭാര്യാപിതാവും മാതാവും മക്കളുമായി ഭാര്യയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അതിനിടയിൽ ഭാര്യാമാതാവ് മരിച്ചു. 6 വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യയും മരിച്ചു. മകളെ വിവാഹം കഴിപ്പിച്ച് അയച്ചതാണ്. ഇളയ മകൻ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനായി കോയമ്പത്തൂരുമാണ്. എൻ്റെ പേര് ബാബു. ഞാൻ ഇവിടെ തോംസൺ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ വയ്യാണ്ടായി, ശ്വാസം മുട്ടും കിതപ്പുമാണ്. ഇപ്പം വന്ന് അമൃതയിൽ പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ കിഡ്നി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ 2 കിഡ്നി ഡാമേജായി. ഇപ്പോൾ ഡയാലിസിസ് ആഴ്ചയിൽ 3 എണ്ണം വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അമൃതയിൽ ചെയ്തു, പിന്നെ കുണ്ടായിൽ ചെയ്തു, ഇപ്പോൾ ചാലക്കുടിയിലാണ് ചെയ്യുന്നത്. ഭാര്യ മരിച്ചിട്ട് 7 കൊല്ലമായി. 2 കുട്ടികളുണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി. ആൺകുട്ടി ഒരു CNC എന്ന് പറഞ്ഞ കോയമ്പത്തൂർ പണി പഠിക്കാൻ പോയേക്കാണ്. ഒന്നും ആയിട്ടില്ല. അത് 3 കൊല്ലം നിന്നാലാണ് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അവിടെ നിന്ന്. കഴിഞ്ഞാലാണ് എന്തെങ്കിലും ഇതുണ്ടാവുള്ളൂ. പിന്നെ വേറെ വരുമാനമൊന്നുമില്ല. എന്നെ ഈ ആശുപത്രി കൊണ്ടുപോകാനും കൊണ്ടുവരാനൊന്നും ആളില്ല. ഞാനിപ്പോൾ താമസിക്കുന്നത് ഭാര്യ വീട്ടിലാണ്. ഇവിടെ ഞാനും അമ്മായിമ്മയും അമ്മാനച്ചനും ഒക്കെ ആയിട്ട് താമസിച്ചായിരുന്നു. അതിൽ അമ്മായിമ്മയും മരിച്ചു. എൻ്റെ ഭാര്യ 7 വർഷം മുന്നേ മരിച്ചു. മോൻ പഠിക്കാൻ കോയമ്പത്തൂർക്ക് പോയിക്കാണ്. ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. മോളെ കല്യാണം കഴിച്ചു കൊടുത്തു. തൊഴിലിനു പോകാൻ രോഗാവസ്ഥ മൂലം ഇദ്ദേഹത്തിന് കഴിയാതെ വന്നപ്പോൾ ആകെയുണ്ടായിരുന്ന വരുമാനവും നിലച്ചു. ചികിത്സയ്ക്കും നിത്യചിലവിനും മകൻ്റെ വിദ്യാഭ്യാസത്തിനുമുള്ള സാമ്പത്തികം കണ്ടെത്താനാകാതെ ആകെ വിഷമസ്ഥിതിയിലായപ്പോഴാണ് ഇവർ ഗുഡ്നസ് TV-യിലെ ശമരിയൻ പ്രോഗ്രാമിനെ സമീപിച്ചത്. ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കൽ എനിക്ക് സുഖമില്ലാണ്ടായി. അങ്ങനെ ഞാൻ അമൃതയിൽ ചികിത്സയിലായിരുന്നു. അപ്പോൾ തോംസൻ്റെ മുതലാളി കുറച്ചൊക്കെ സഹായിച്ചു. ഇപ്പോൾ അത് സഹായങ്ങളൊന്നുമില്ല, കുറച്ച് കാലമായി. ഇപ്പോൾ അത് അങ്ങനെ ഇപ്പോൾ ഇത് കിഡ്നി ഡാമേജാണ് എന്ന് കണ്ടെത്തിയേക്കണേ. ആമിലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ദ്രാവകം വന്ന് കിഡ്നിയിലടിഞ്ഞ് അങ്ങനെയാണ് ഈ അസുഖം. അത് മാറ്റി വയ്ക്കാനൊന്നും പറ്റാത്തൊരു രീതിയിലുള്ളൊരു അസുഖമാണ്. അമൃതയിൽ ചികിത്സിച്ചിരുന്നു. പിന്നെ കുണ്ടായിൽ ഡയാലിസിസ് ചെയ്തിരുന്നു. ഇപ്പോൾ ചാലക്കുടിയിലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പൈസ തീരാറായി, ഈ കാരുണ്യയുടെ ഫണ്ട്. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തിയിട്ട് വേണം. ഇദ്ദേഹത്തിൻ്റെ വൃക്ക മാറ്റിവെച്ചതുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരമാകും എന്ന പ്രതീക്ഷയില്ലാത്തതാണ് ഏറ്റവും വിഷമകരമായ ഒരു കാര്യം. വൃക്ക മാറ്റിവെച്ചതുകൊണ്ട് പ്രയോജനം ലഭിക്കാത്ത രോഗമാണ് ഇദ്ദേഹത്തിനെ ബാധിച്ചിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഡയാലിസിസിന് വിധേയനാകണം. ഇപ്പോൾ ഡയാലിസിസിനുള്ള പണം കണ്ടെത്താനാവാതെ വിഷമിക്കുകയാണ്. തുടർന്നുള്ള സഹായങ്ങളൊന്നും എനിക്കിപ്പോൾ കിട്ടണില്ലെന്നും. അപ്പോൾ ഇത് എന്നെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ആളില്ല. ഈ ഡയാലിസിസ് ചെയ്യാനോ അതിനൊന്നും. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ വേറെ ഇതൊന്നും ഇല്ല എനിക്ക്. ഇപ്പം എങ്ങൊന്നും ഒരു സഹായമില്ല. ഒരു ഡയാലിസിന് 900 രൂപയോളം ഗവൺമെൻറ് ആശുപത്രിയിൽ വരും, കാരുണ്യയുടെ ഫണ്ടില്ലെങ്കിൽ. അതിപ്പോൾ കഴിഞ്ഞു, അതിൻ്റെ കാലാവധി കഴിഞ്ഞു. 3 ലക്ഷമാണ് അതിൻ്റെ ഇത്. അത് കഴിഞ്ഞു.
കാരുണ്യയുടെ ഫണ്ട് കൊണ്ടാണ് ഇതുവരെയും മുന്നോട്ടു പോയിരുന്നത്. ഇപ്പോൾ അതും തീർന്നു. ഇനി മുന്നോട്ട് എങ്ങനെ എന്ന സന്ദേഹത്തിലാണ് ഇദ്ദേഹം. ഇപ്പോൾ ഇദ്ദേഹം വീട്ടിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. ഡയാലിസിസിന് കൂടെ പോകാൻ പോലും ഒരാളില്ലാത്ത അവസ്ഥ. ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് എന്നത് തന്നെ വളരെ പ്രയാസകരമായ ഒന്നാണ്. മകൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവൻ ഒരു കരയെത്തും വരെയെങ്കിലും ജീവിക്കണം എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. അതുവരെ എങ്ങനെയെങ്കിലും ജീവിതം വലിച്ചു നീട്ടണം. മകൻ നല്ലൊരു ജോലി പഠിച്ച എന്തെങ്കിലും നിലയിൽ എത്തണ വരെ എനിക്ക് ജീവിച്ചിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് കണ്ട് മരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഇതിലാണ് നിൽക്കുന്നത്. നിങ്ങൾ തരുന്ന ഓരോ രൂപയും എൻ്റെ ജീവൻ്റെ വിലയാണ്. ഇത് കാണുന്ന ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുകയും എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകാനേ സാധിക്കുള്ളൂ എന്നാണ് എൻ്റെ രോഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥനയിൽ നിങ്ങളെന്നെ ഓർക്കുകയും എന്നെ സാമ്പത്തികമായി സഹായിക്കുകയും എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ അവസ്ഥയിൽ ശമരിയനിലൂടെ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ സുമനസ്സുകളും ഉദാരമതികളുമായ പ്രേക്ഷക സമക്ഷം ബാബു തൻ്റെ അവസ്ഥ സമർപ്പിക്കുകയാണ്. മകൻ്റെ ജീവിതം സന്തോഷമാകുന്നത് നേരിൽ കണ്ട് നിർവൃത്തി അടയാൻ നിങ്ങളുടെ ഒരു കൈത്താങ്ങിനായി പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതിനുള്ള ഇദ്ദേഹത്തിൻ്റെ കാത്തിരിപ്പിന് അർത്ഥമുണ്ടാകുവാൻ നമ്മൾ നൽകുന്ന സഹായങ്ങൾ സാർത്ഥകമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സഹോദരനെ പ്രേക്ഷക സമക്ഷം സമർപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ജോസ് എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന് 63 വയസ്സുണ്ട്. 8 വർഷമായിട്ട് കിഡ്നി രോഗത്തിന് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഇപ്പോഴും ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസ്ലിയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്. അവർക്ക് 2 പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. അവരെ 2 പേരെയും കെട്ടിച്ചു വിട്ടു. ഇപ്പോൾ അവർ 2 പേരും തനിച്ചാണ് താമസിക്കുന്നത്. അദ്ദേഹം ഒരു ലോഡിംഗ് തൊഴിലാളിയായിരുന്നു. ആ വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. ഈ രോഗബാധിതനായതിനു ശേഷം ജോലിക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ റോസ്ലി ചേച്ചിയുടെയും ചെറിയൊരു ജോലി ഉണ്ടായിരുന്നത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അവർ ഈ രോഗവുമായിട്ട് മല്ലടിക്കുമ്പോഴാണ് അവരെക്കുറിച്ച് ഗുഡ്നസ് ടിവിക്ക് അറിയാനായിട്ട് സാധിച്ചതും അവരുടെ ആ അവസ്ഥ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിച്ചതും. അതിൻ്റെ ഫലമായിട്ട് നല്ലവരായ ഗുഡ്നസ് ടിവിയുടെ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് സഹായിച്ചതിൻ്റെ ഫലമായിട്ട് 1,15,000 രൂപ സമാഹരിച്ച് കിട്ടുകയുണ്ടായി. അതാണ് ഇപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ജോസിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഭാര്യ റോസ്ലിയെ ഞാനിപ്പോൾ ഏൽപ്പിക്കുന്നത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നതിനായിട്ട് ഈ അവസരം ഞാൻ പ്രത്യേകം വിനിയോഗിക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്
ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും കൈമാറുന്നതിനുമായിട്ട് ഇപ്പോൾ സാധിച്ചത്. നിങ്ങളുടെ ആ ചെറിയ ചെറിയ സംഭാവനകളാണ്. അതെല്ലാം കൂടി ഒത്തുകൂട്ടിയപ്പോഴാണ് ഇത്രയും വലിയ ഒരു തുക 1,15,000 രൂപ ഇപ്പോൾ കൈമാറാനായിട്ട് സാധിച്ചത്. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എപ്പോഴൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് നിങ്ങളെ സമീപിച്ചോ അപ്പോഴെല്ലാം വളരെ ഉദാരമായിട്ട് അതിനോട് സഹകരിക്കുന്നതിനായിട്ട് നിങ്ങൾ തയ്യാറാകുകയുണ്ടായി. നിങ്ങളുടെ നല്ല മനസ്സിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ജോസിന് വേണ്ടി നമുക്ക് പ്രത്യേകം ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരുന്നും ലേപനവുമല്ല, ദൈവത്തിൻ്റെ വചനമാണല്ലോ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത്. കർത്താവിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഫലമായിട്ട് ഈ സഹോദരന് രോഗശാന്തി ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ഇനിയും നമുക്ക് ഓർക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി. ഗുഡ്നസ് ടിവിയിലൂടെ എൻ്റെ ഭർത്താവിൻ്റെ അസുഖം കണ്ട് എല്ലാവരും എൻ്റെ ഭർത്താവിനെ സഹായിച്ചു. അതിന് എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ ഈ ഗുഡ്നസ് ടിവിയിൽ പ്രവർത്തിക്കുന്ന അച്ഛന്മാർക്കും എല്ലാവർക്കും എൻ്റെ പേരിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.